ഇത് പച്ചമഞ്ഞളാണ്. കുർക്കുമിൻ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ സ്കിന്നിനും വളരെ നല്ലതാണ്. ഇത് വേവിക്കുമ്പോൾ ഇതിലെ കുർക്കുമിൻ നഷ്ടപ്പെടും. അപ്പോൾ കുർക്കുമിൻ നഷ്ടപ്പെടാതെ എടുക്കണമെങ്കിൽ നമ്മൾ ഇത് വേവിക്കാതെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രൈപ്പറിൽ നമുക്ക് ഉരച്ചെടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും മതി. ഇതേപോലെ ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരിട്ട് വെയിലത്തിട്ട് ഉണക്കി ഒരു 3 വെയിൽ കൊണ്ടാൽ മതി. അതിനുശേഷം നമുക്ക് മിക്സിയിൽ വെച്ച് പൊടിച്ച് അരിച്ച് ചെറിയ കല്ലുകുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ വേവിച്ചതിന് ശേഷമാണ് ഉണക്കിപ്പൊടിക്കുന്നത്. പച്ചമഞ്ഞൾ 3 ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴേക്കും ഇതേ രീതിയിലായി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ വെച്ച് പൊടിച്ച് അരിച്ച് കല്ലുകുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പച്ചമഞ്ഞൾ പൊടിച്ച് അരിച്ചെടുത്തതാണിത്. ഇത് 1 നുള്ള് 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ട് അതിരാവിലെ കഴിക്കുന്നത് രക്തശുദ്ധിക്കും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സ്കിന്നിനും വളരെ നല്ലതാണ്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് അത്യുത്തമമാണ്. മഞ്ഞൾപ്പൊടി പുരട്ടുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകൾ മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതേപോലെ നമുക്ക് കല്ലുകുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ചിലർക്ക് മഞ്ഞൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ട് സൈഡ് എഫക്റ്റ് ആയിട്ട്. അതിന് നമ്മൾ ഫ്രൂട്ട്സ്, വെള്ളം ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ ശക്തിയാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ഇത് പച്ചമഞ്ഞൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് Austen Vlogs by Leelama George.